ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഡാൽഗോണ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു ഡാൽഗോണ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന്. ഈ കേക്കിനകത്ത് ഞാൻ ക്രീമോ മുട്ടയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി മാത്രമേ ഞാൻ ഡാൽഗോണ ക്രീം ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും എന്താ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഡാൽഗോണ ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിൻ്റെ പരുവത്തിലായി കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്താലും മതി. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രീം പരുവത്തിലായി കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരുമെന്ന് മാത്രം. ഇപ്പോൾ കളറൊക്കെ കുറേശ്ശെയൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെ ഡാൽഗോണ ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്കിനായതുകൊണ്ട് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് കേക്ക് ടീൻ ഉണ്ടെങ്കിൽ കേക്ക് ടീൻ എടുക്കാം. അതിനകത്ത് ഞാനൊരു വൈറ്റ് പേപ്പർ ഇതിൻ്റെ ഷേപ്പിലങ്ങ് മുറിച്ചിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചേക്കുവാണ്. അതിനകത്ത് എണ്ണയും കൂടെ കുറച്ച് തൂത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മളെ വൈറ്റ് പേപ്പർ എടുത്താലും മതി. എന്നാലും കേക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് തൂത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇനി കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റൗവിലൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് അതിലോട്ട് പൊടികളെല്ലാം ഇട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് ഞാൻ അരിപ്പയിലോട്ട് മൈദപ്പൊടി, സോഡാപ്പൊടി, അതുപോലെ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് പാല്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച പൊടികളെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സൈഡിലോട്ട് മാത്രം കറക്കിക്കൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ. ഈ കേക്കിൻ്റെ ബാറ്റർ തിക്കായിട്ടാണുള്ളതെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനി പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഓയിൽ ഗ്രീസ് ചെയ്ത് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗവിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാറ്ററി ഈ റിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. ഇനി ഇത് അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാൽഗോണ ക്രീമിലോട്ട് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പുറത്തോട്ടെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം.
ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മളെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാൽഗോണ ക്രീമും അതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ക്രീമും കൂടെ നമ്മൾ മിക്സാക്കി വെച്ചതാണ്. അത് ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.